രമണി പോയിരുന്നില്ല. എന്താ അവള് ഇറങ്ങിയാലേ താൻ വരുള്ളൂ. അല്ല ഓക്ക് എന്തെങ്കിലും പണി സാധനം വാങ്ങാലോ. ഞാൻ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചോക്കണോ? താൻ ഇങ്ങോട്ട് നടക്കുക. എത്ര എന്റെ മുടി കാട്ടിയിരിക്കുന്നു. അത് ഞാൻ തന്നെ അങ്ങോട്ട് വെട്ടി. ഞാൻ വിചാരിച്ചു വല്ല മഞ്ചേരും കടന്നു തുടങ്ങിയിട്ട് കൂറ തിന്നതാണ്. അതിന് എന്റെ സ്റ്റൈലിനൊത്ത ഒരു ബാർബർ ഷോപ്പും ഇവിടെ ഇല്ലടോ. കത്രി കണ്ടല്ലോ എന്താ എന്റെ പേര്? ആ ബുഷ് ഇട്ടണ എന്തോ. അതെ, അതുകൊണ്ട് അങ്ങോട്ട് വെട്ടി. അതിനേക്കാളും നല്ല ദിവസം മണനാർന്നാൾ കത്തിച്ചേ. താൻ എന്തിനപ്പൊ എന്തോ പറയാൻ വന്നത്? ആ ഞാൻ പറഞ്ഞു വരുന്നു അപ്പുണ്ണിയെ. ആ നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നു തന്നെ? ആ ആയിക്കോട്ടെ. താൻ എന്താ പറഞ്ഞു വരാന്ന് വെച്ചത്? കുറി എല്ലാരും അപ്പൊ അവിടെ തന്നെയാണ് കേട്ടോ. എവിടെ? ജാംജൂമിലേ. ഓ അവിടെ എന്താ? അവിടെ കുറി ഈദ് മോശമായിട്ട് തന്നെ നടത്തണേ. ജാംജൂമാൻ അങ്ങനെ ഈദ് മോശമായിട്ടൊന്നും കൊടുക്കൂലല്ലോ. പക്ഷെ അതിന് തെളിവ് ഞാൻ കൊടുത്തുകൂടെ? എന്താ ഇതൊന്ന് നോക്കേ. ആ എന്റെ അടുത്തുണ്ടല്ലോ. എന്തേ ഈദ് മൗസം? ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ. എന്തേ മാനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതൊന്നല്ല അങ്ങോട്ട് വരാ. അല്ലേ ഞാൻ ദിവ്യദൃഷ്ടിയിൽ കാണാണ് കോയെ. എന്താ പുണ്യ ശ്വാസം കിട്ടണില്ലേ? കോയെ ഇത് ജാംജൂമുകാര് പെരുന്നാൾ അനുബന്ധിച്ച് ഈദ് മൗസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ ഇട്ടിരിക്കാണ് കോയെ. ഇത്രയും തടിക്ക് നോക്കി പറഞ്ഞില്ല കോയെ. കുറച്ച് ചില്ലറ ഉണ്ടെങ്കിൽ തരിക. ഒയ്ക്കാറ്റ അവിടുന്ന്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ആ കുട്ടികൾ വരെ എന്റെ അവിടുന്ന് അല്ലേ കാണിക്കാച്ച് കായ് വാങ്ങാൻ വേണ്ടി കൂട്ടായി പേര് വന്നേക്കോ. ഇനി ചോറ് കഴിക്കാൻ കഴിഞ്ഞെല്ലാം വന്ന മാതിരി 1:30 ആവാൻ നിൽക്കരുത്. നേരത്തെ പോകുന്നുണ്ടോ? തന്റെ പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോക്കും ഞാൻ അവിടെ ഉണ്ടാവും. ശകുനം മുടങ്ങിയതാ. എന്റെ മൂത്താക്ക് വീണ എന്തിനാ എന്റെ കാൽമൊക്കെ വലിച്ചിട്ട്? എത്രയും പെട്ടെന്ന് ജാംജൂമിന്റെ ഉള്ളിലേക്ക് പോണം കോയെ. മറ്റേത് ഉൽക്കകളൊക്കെ വന്ന് വീഴും. ശകുനല്ലേ മുടങ്ങി. ഒലക്കാണ് ഉണങ്ങിയ പട്ടയുന്നതേ. ആ ഞാൻ പറഞ്ഞ കായ് ഉണ്ടാക്കാൻ നിൽക്കണം.